സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾക്ക് ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മൾ പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു കഥയുണ്ട്. പോലീസുകാരുടെ പൊതുവെയുള്ള സ്വഭാവം, ഈ ആറുവഴിയോ പുഴ വഴിയോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഡെഡ് ബോഡി ഒഴുകി വരികയാണെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ആ ഡെഡ് ബോഡിയെ തള്ളിവിടും. കുറച്ചപ്പുറത്ത് മാറിക്കഴിഞ്ഞാൽ അത് വേറെ പോലീസ് സ്റ്റേഷനായല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മേയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റെയിൽവേ നമ്മുടെ രാജ്യത്തോ നമ്മുടെ സംസ്ഥാനത്തോ ഉള്ളതായി ഇതുവരെയും കേൾട്ടുകേൾവി പോലും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ അത് കേൾക്കുവാനും തുടങ്ങി. കഴിഞ്ഞ ദിവസം മുതലൊക്കെ തന്നെ ജോയിക്കാനുള്ള തിരച്ചിൽ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ് ചാരേണ്ടത് എന്ന പരസ്പരം പോരടിക്കുന്ന റെയിൽവേയും നഗരസഭയുമാണ് കാണാൻ സാധിച്ചത്. പക്ഷേ റെയിൽവേ പറയുന്നത് പോലെ തന്നെ നഗരസഭയ്ക്കാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ഓപ്പറേഷൻ ആനന്ദ എന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് റെയിൽവേ എന്നോ നഗരസഭയുടെ പരിസരമെന്നോ തരത്തിലുള്ള ഒരു വേർതിരിവുമില്ലാതെ എല്ലാം വൃത്തിയാക്കുകയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് റെയിൽവേയുടെ ഭാഗത്താണ് അനാസ്ഥ അനാസ്ഥ എന്ന്. ശരി, റെയിൽവേയുടെ ഭാഗത്താണ് അനാസ്ഥ. അപ്പോൾ നഗരസഭയുടെ ഭാഗം ക്രിസ്റ്റൽ ക്ലിയർ ആണോ? ഒരു മനുഷ്യരെ മുക്കിക്കൊന്നിട്ടാണോ ഈ ഡയലോഗ് അടിക്കുന്നത് മേയറെ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് ഉള്ളിലൂടെയുള്ള കനാലിലെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തം എന്നതിൽ തർക്കം സ്വാഭാവികമാണ്. ജലവിഭവ മന്ത്രി പറഞ്ഞതുപോലെ ആമയിഴഞ്ചാൻ ദുരിതത്തിൽ കൂട്ടുത്തരവാദിത്വം പ്രശ്നമുള്ളതുണ്ട്. ഇതാണ് വസ്തുത എന്ന് ഇരിക്കെ ആ തോട്ടിലെ മാലിന്യമെല്ലാം റെയിൽവേക്ക് നൽകുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഫ്രീ ആയി. തോട്ടിലെ റെയിൽവേയുടെ മാലിന്യമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രസ്താവന വിവാദമായിരിക്കുകയാണ്. ഇതിനിടെ ശുചീകരണത്തിന് പലവട്ടം കോർപ്പറേഷനും ജില്ലാ കളക്ടറും നോട്ടീസ് നൽകിയെന്ന രേഖകളും CPM നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇതോടെ വിവാദം കൊഴുക്കുകയാണ്. തോട്ടിൽ കുടുങ്ങിയ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടി ആരും സംസാരിക്കുന്നതുമില്ല എന്നത് മറ്റൊരു കാര്യം. മാത്രമല്ല, ഈ തോട്ടിലേക്ക് ശുചീകരണ തൊഴിലാളി രക്ഷപ്പെടുത്താനായി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒന്ന് കാണാനായി ഇറങ്ങുന്ന ഓരോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവ് വിദഗ്ധരുടെയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആരും ചർച്ച ചെയ്യുന്നില്ല. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെയും സർക്കാരിന്റെയും ഏറ്റവും ശക്തമായ ഒരു പദ്ധതിയായിരുന്നു അല്ലെങ്കിൽ ഒരു ഇടപെടലായിരുന്നു ഓപ്പറേഷൻ ആനന്ദ. ആ പദ്ധതി പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശുചീകരണ തൊഴിലാളി മാലിന്യ കൂമ്പാരത്തിലേക്ക് ഒഴുകിപ്പോയ സംഭവം. കോടികൾ മുടക്കിയ പദ്ധതികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ആമയിഴഞ്ചാൻ തോട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ഭാഗം വീതി കൂടുന്നതിന് ഓപ്പറേഷൻ ആനന്ദയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും നടന്നത് വലിയ അട്ടിമറിയാണ്. പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിന്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെ കുറിച്ചുപോലും ഇല്ല ആർക്കും ഒരു വിവരം. മഴയൊന്ന് ആഞ്ഞു ചാറിയാൽ പൂർണ്ണമായി മുങ്ങുന്ന തലസ്ഥാന നഗരത്തിലെ ദുരവസ്ഥ മാറണമെങ്കിൽ ആമയിഴഞ്ചാൻ തോട് തടസ്സമില്ലാതെ ഒഴുകണം.